to my channel English Grammar Teaching and Learning. My name is Sarasan. I am a retired person from the University of Calicut. Let us start our class. First of all, we study parts of speech. First item, noun. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഐറ്റമായ നൗണിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. വാട്ട് ഈസ് നൗൺ? നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ് വിച്ച് ഷോസ് ദി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ഓർ എൻ ഐഡിയ. ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരാശയത്തെയോ സൂചിപ്പിക്കുന്ന പദത്തെയാണ് നാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലുക്ക് അറ്റ് ദി ഡെഫിനിഷൻ. A noun may be defined as the name of a thing, place, person or an idea. Example, Gandhiji is the father of the nation. India is the biggest democracy in the world. Money is the root of all evils. So we can see three sentences here. In the first sentence, Gandhiji is the father of the nation. Gandhiji, father, nation. These are the nouns that we can see in the first sentence. Gandhiji, father, nation. In the second sentence, India, democracy, world. Third sentence, money, root, evils. അപ്പോൾ ഇതിൽ ഒരു വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരാശയത്തെയോ സൂചിപ്പിക്കുന്ന പദത്തെ നമുക്ക് നാമം എന്ന് വിശേഷിപ്പിക്കാമെന്ന് പറഞ്ഞു. ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്, ഒരു വ്യക്തിയുടെ പേരാണ്. ഇന്ത്യ ഒരു രാഷ്ട്രത്തിന്റെ പേരാണ്. ഈ രണ്ട് നാമങ്ങളെ നമുക്ക് പ്രോപ്പർ നൗൺ എന്ന് വിശേഷിപ്പിക്കാം. പ്രോപ്പർ നൗൺ. അതുപോലെ ഫാദർ, നേഷൻ, ഡെമോക്രസി, വേൾഡ്, ഈവിൾസ്, റൂട്ട്, മണി ആർ കോമൺ നൗൺസ്. ബാക്കി വരുന്ന ഈ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കോമൺ നൗൺസ് ആണ്. അതുപോലെ തന്നെ ഈ ഫാദർ എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. അതിനെ ഒന്ന് വിവേചിച്ച് പറയുന്നതേ ഉള്ളൂ. ഫാദർ അതൊരു കൗണ്ടബിൾ നൗൺ ആണ്. അതുപോലെ മണിയും കൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പ്രോപ്പർ നൗൺ, രണ്ടാമത്തത് കൗണ്ടബിൾ നൗൺ. ഇനി ഇതിൽ തന്നെ നേഷൻ അതൊരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. അബ്സ്ട്രാക്റ്റ് മീൻസ് nouns may be mainly classified into two classes, abstract nouns and concrete nouns. നൗൺസിനെ പ്രധാനമായും നമുക്ക് രണ്ടായി തരംതിരിക്കാം. തൊട്ട് നോക്കാവുന്നതും തൊട്ട് നോക്കാൻ പറ്റാത്തതും. ടച്ചബിൾ ഓർ ടാഞ്ചിബിൾ നൗൺസ് ആൻഡ് ഇൻടാഞ്ചിബിൾ നൗൺസ്. ദിസ് ഈസ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഡെമോക്രസി അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺസ്. ഈവിൾസ് അബ്സ്ട്രാക്റ്റ് നൗൺസ്. റൂട്ട് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ഒപ്പം തന്നെ അതൊരു മെറ്റീരിയൽ നൗൺ ആണ്. ടാഞ്ചിബിൾ നൗൺ ആണ്. മെറ്റീരിയൽ അല്ല, ടാഞ്ചിബിൾ നൗൺ ആണ്. കാരണം റൂട്ടിന് ഇവിടെ അർത്ഥം റൂട്ട് മൂല കാരണം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പ്രധാന, മണി ഈസ് ദി റൂട്ട് ഓഫ് ആൾ ഈവിൾസ്, എല്ലാ ദുരിതങ്ങളുടെയും മൂല കാരണം. അവിടെ അബ്സ്ട്രാക്റ്റ് ആണ്. ആ വാക്ക് നമുക്ക് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നൗണിനെ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, ഇങ്ങനെ നൗണിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് നൗണിനെ കുറിച്ച് ഒരു ക്ലാസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പം ഡെഫിനിഷൻ മാത്രമേ ഞാൻ പറയുന്നേ ഉള്ളൂ. വാട്ട് ഈസ് എ നൗൺ? എ നൗൺ മേ ബി ഡിഫൈൻഡ് ആസ് ദി നെയിം ഓഫ് എ തിങ്, പ്ലേസ്, പേഴ്സൺ ഓർ എൻ ഐഡിയ. എക്സാമ്പിൾ, ഗാന്ധിജി ഈസ് ദി ഫാദർ ഓഫ് ദി നേഷൻ. ഇന്ത്യ ഈസ് ദി ബിഗസ്റ്റ് ഡെമോക്രസി ഇൻ ദി വേൾഡ്. മണി ഈസ് ദി റൂട്ട് ഓഫ് ആൾ ഈവിൾസ്. ഇത് രണ്ടും പ്രോപ്പർ നൗൺ ആണ്. ഇത് കോമൺ നൗൺ. ബാക്കി വരുന്ന ഈ രണ്ടെണ്ണം ഒഴിച്ച്, ഗാന്ധിജി, ഇന്ത്യ ഒഴിച്ച് ബാക്കിയെല്ലാം കോമൺ നൗൺസ് ആണ്. അതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ? അബ്സ്ട്രാക്റ്റ് നൗൺ, ഇൻടാഞ്ചിബിൾ നൗൺസ്, ദെൻ കൗണ്ടബിൾ നൗൺസ് എന്നിങ്ങനെ. ഓക്കെ, താങ്ക് യു. ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി pronoun.